ഇതടയ്ക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പിന്റെ പാക്കിങ്ങിന്റെ രണ്ടാമത്തെ ഡേ ആണിത്. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച സാധനങ്ങൾക്ക് ഇത് ഈ ഒരു ട്രോളി ബാഗിൽ കൊണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളൂ. ഇനി ഇന്നലെ കുത്തിക്കയറ്റാൻ മാത്രമുള്ള സ്പേസ് ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇനി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഈ 2 ബാഗാണ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിലും കൂടി കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ തികയായിരിക്കും. ഇത്രയും സാധനങ്ങൾ ഇതാണ് ഞാൻ ഇന്നലെ ആമസോണിൽ നിന്ന് മേടിച്ചത്. പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് നാളത്തെ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അത് ഈ ബാഗിലൊക്കെ തികയ്ക്കണം. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ഈ ബാഗ് നമുക്ക് ചേട്ടന് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ് കേട്ടോ, കമ്പനിയിൽ. അതുകൊണ്ട് നമുക്കതൊരു യൂസ്ഫുള്ളായി ടൂർ പോകുമ്പോൾ കൊണ്ടുപോവാം. കണ്ടോ, KDCയുടെ കുവൈറ്റ് ഡ്രില്ലിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എംബ്ലക്കുള്ള ബാഗാണ്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് അങ്ങോട്ടും ഉണ്ടാവും. ഇനി ഇത് പഴയൊരു ബാഗാണ് കേട്ടോ, പണ്ടത്തെ ബാഗാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് എന്താ കാണിക്കണേ? ഫസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ചില്ലറ സാധനങ്ങൾ കാണിച്ചത് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട്, ഇത് മീഷോന്നാണ് കൊണ്ട് മേടിച്ചത്. മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണത്. ഇത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് ബ്രഷില് പല്ലേക്കുന്ന ബ്രഷ് നമുക്ക് ഇതിലിട്ടിട്ട് അടച്ചു വെക്കാം. കണ്ടോ, നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ബ്രഷൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കുക. അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം നനഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കുമ്പോൾ നമുക്കൊരു ഡ്രസ്സിലൊക്കെ ആവില്ല, അല്ലെങ്കിൽ നമ്മൾ കവറിലൊക്കെ ആക്കി കൊണ്ടുപോകണം. പണ്ടൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ മീഷോയിൽ ഇത് കണ്ടപ്പോൾ യൂസ്ഫുൾ ആയതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതെന്തായാലും അതിന് ഉപകാരമായി. പാച്ചിനെ ഇവിടെ സൈഡിലേക്ക് എടുത്തേക്കുണ്ട്. കാരണം പാച്ചു ഇത്ര നേരം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേക്കും. അപ്പം ഞാൻ ഈ സൈഡിൽ കൊണ്ടിക്ക് എടുത്തേക്കാണ് ആളെ. പാച്ചു ബഹളം വെക്കുന്നതിന് മുൻപ് ഇതൊക്കെ അടക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. കൊടുക്കൂല. ഹലോ ഗൈസ്, ഇതടയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതില് ഈ ബ്രഷ് രണ്ടും കടക്കുന്നില്ല. എന്തായാലും ഈ ട്രിപ്പിലപ്പോൾ ഇത് വേസ്റ്റ് ആയി. തക്കടൂന്റെ ഒരു ബ്രഷ് മാത്രമേ ഇതിൽ കടക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇതിൽ തന്നെ വെച്ചുകൊണ്ട് പോകേണ്ടി വരും. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ ഇനിയിപ്പോൾ അടുത്ത എനിക്ക് തോന്നുന്ന എല്ലാ സൈസും ഇത് തന്നെയായിരിക്കും. വേറെ സൈസ് നോക്കി മേടിക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്ത് ഇത്ര ചെറുതായി എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ട്രാവലിങ് ചെയ്യുമ്പോൾ ഇത്ര വലിയ ബ്രഷ് യൂസ് ചെയ്യില്ലായിരിക്കും, അതായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു ബ്രഷ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷാണ്, തക്കുടൂൻ്റെ ബ്രഷ്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതാണ്. ഇത് പക്ഷെ നമ്മളിപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച നോർമൽ ബ്രഷാണ്, കോൾഗേറ്റിൻ്റെ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതൊരു കാര്യം, ഇത് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് ഈ ബാഗിൽ വെക്കാം കേട്ടോ, ബാഗിലിട്ടിട്ട്. അതെ, ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുത്ത ഐറ്റമാണ്. ഇത് നമുക്ക് സോപ്പൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നനഞ്ഞിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം. ഇത് ഭാഗ്യത്തിന് ഇത് സൈസ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അത് ഏത് ബോക്സിലിട്ടത് എനിക്കറിയില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് വെച്ച് അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് സോപ്പൊക്കെ ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റാൻഡല്ല പറയാം, ചെറിയൊരു കഷ്ണം, അതായത് സോപ്പ് ഇങ്ങനെ വെക്കാനായിട്ട്, മണ്ണിൽ വെക്കാതിരിക്കാനായിട്ട്, ആ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നെക്സ്റ്റ്. അപ്പം അതും ഇതിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പം അതാണ് നെക്സ്റ്റ്. അപ്പം അത് നമുക്ക് ഈ ബാഗിലേക്ക് വെക്കാം. ഇനി ഇതൊരു സെൽഫി സ്റ്റിക്കാണ് കേട്ടത്. അത് മീഷോന്ന് മേടിച്ചതാണ്. അത് വേണം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
വേണ്ടോ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം. അപ്പം അതാണ് കേട്ടോ, അതും കൂടി എടുത്ത് വെക്കാം. പിന്നെ ഇത് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ക്യാരി ബാഗിൽ നമുക്ക് യൂസ് ചെയ്ത് ഇതിനകത്ത് കൂടി ഇങ്ങനെ എവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ആരോ പോലത്തെ സംഭവമുണ്ട്. അത് ഉച്ചളഞ്ഞ് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഒരെണ്ണം എക്സ്ട്രാ നമുക്കൊരു റോളും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ മേടിച്ചത് മീഷോ തന്നെയാണ്. അപ്പം ഇത് നമുക്ക് വെരി വെരി യൂസ്ഫുള്ളാണ്. പാച്ചുള്ളതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇത് ബേബി ഹഗിൻ്റെ അഡ്വാൻസ്ഡ് മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ തക്കുടൂനും പാച്ചൂനും മേടിച്ചതാണ് കേട്ടോ. ഇത് SPF 30 ആണ്. നമ്മൾ ബീച്ചിലൊക്കെ പോകുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ചൂടും വെയിലായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പം ഇതും ഈ ബാഗിലേക്ക് വെക്കും. ഇത് പാച്ചുവിൻ്റെ രണ്ട് ജോഡി സോക്സ്. അപ്പം ഇതെൻ്റെ സൺസ്ക്രീനാണ്. ഇത് പോപ്സോൻ്റെ ബീച്ച് ബം മൾട്ടി യൂസ് സൺസ്ക്രീൻ ആണ്. SPF 15 PA+++ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ബീച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പുകൾ. ഇത് ഇത്ര വലിയ പാക്കറ്റ് കൊണ്ടുപോകാനുള്ള ഇതിനകത്തുനിന്ന് ഞാൻ ഒരു 20 എണ്ണം എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. 20 എണ്ണം മതിയാവുമെന്ന് എനിക്ക് തോന്നണ്. 3-5 ദിവസത്തേക്കാണ് പോകണത്. 5 ദിവസമോ 3 നമ്മളിപ്പോൾ പോകുമ്പോ ഇപ്പം നാളെ ഞങ്ങളിപ്പോൾ 29 മാർച്ച് അല്ല സോറി ഇപ്പം നമ്മൾ 29-ാം തീയതി ഉച്ചയ്ക്കാണ് ട്രെയിൻ. ഉച്ചയ്ക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ 30-ാം തീയതി രാവിലെ എത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് 3-ാം തീയതി രാവിലെയാണ്. അപ്പം അതുകൊണ്ട് 5 ദിവസത്തെ യാത്ര ഉണ്ട് ശരിക്കും. അപ്പം ആ 5 ദിവസത്തേക്കുള്ള കരുതണമല്ലോ. ഇത് മൊത്തം കൊണ്ടോണ്ട ആവശ്യമില്ല. 2, 3, 4, 5, 6 ഭയങ്കര വിലയാണ്. അതുകൊണ്ട് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. 7, 8, 9, 10, 11 ആയിട്ടുള്ളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒരു 9 എണ്ണം കൂടെ എടുത്ത് എന്താ 20 സ്നാക്കി പാച്ചുവിൻ്റെ. പാച്ചു വേണ്ട. അപ്പൊ ഇത്രയും സ്നാക്കി ദൈവമേ മേടിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഈ ഒരു എത്ര പാക്കാണ്? 70 പാൻസ് ഉള്ള ഈ ഒരു പാക്കാണ് കേട്ടോ അതിൻ്റെ. ഇതേ ഇപ്പം 20 എണ്ണം തീർന്ന്. ഈ ഒരു സെറ്റും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഈ ബാഗിലേക്ക് വെക്കാം. ടിഷ്യൂ ഒരു പാക്കറ്റ് മതിയാവുമായിരിക്കും. ഒരു പാക്കറ്റിൽ എന്തായാലും കുറച്ചധികം ഉണ്ടാവും. നിൽക്ക് ടിഷ്യൂ ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട്. അതും വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. കരിയറാണിട്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇതും ഈ ബാഗിലേക്ക് വെക്കാം കേട്ടോ. പാച്ചുവിൻ്റെ മിക്ക സാധനങ്ങൾ ഇതിൽ തന്നെ വയ്ക്കും. പാച്ചുവിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം ഇതിലിരിക്കട്ടെ. പിന്നെ ഇത് പാച്ചുവിൻ്റെ ഷൂ ആണ് കേട്ടോ. കണ്ടോ, ഇത് ഫസ്റ്റ് ക്രൈ തന്നെ മേടിച്ചതാണ്. ഇത് നെക്സ്റ്റ് അതും ഈ ബാഗിലേക്ക് തള്ളാം. പാച്ചുവിൻ്റെ ഷൂ അവിടെ ഇരിക്കട്ടെ. ഇത് കളയാം. ഇനി ഇത് തക്കടുവിൻ്റെ ഒരു സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ. പോകുമ്പോൾ നമ്മൾ AC കോച്ചാണ് ബുക്ക് ചെയ്തേക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്ലീപ്പറാണ്. അപ്പോൾ പോകുമ്പോൾ AC ആയതുകൊണ്ട് കുറച്ച് തണവ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തക്കുടൂരി മേടിച്ചതാണ്. തക്കുൻ്റെ ഫേവറിറ്റ് സ്പൈഡർമാൻ്റെ ഇതാണ് നെക്സ്റ്റ്. ഇത് ചേട്ടൻ്റെ സ്വെറ്ററാണ്. ചേട്ടൻ്റെ സ്വെറ്റർ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ആള് ചേട്ടൻ കുവൈറ്റിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളതാണ്. അത് നമുക്ക് ഇതിൽ തന്നെ വെക്കും. പിന്നെ ഇത് പാച്ചുവിന് നിനക്ക് എത്ര ഉണ്ടാ? എൻ്റെ പോലെ തന്നെ അവനുണ്ട്. ഇത് പാച്ചുവിന് ഇടിക്കാൻ മേടിച്ചിട്ടുള്ള ഒരു കണ്ടോ. ഞങ്ങൾ ഈ ഡ്രസ്സിനെ പറയുന്നത് കുട്ടൂസൻ ഡ്രസ്സാണ് കേട്ടോ. കണ്ടോ, നല്ല ചെവിയൊക്കെ ആയിട്ട്
ഇതിപ്പോ അച്ഛന് ട്രെയിനിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതും ഈ ബാഗിൽ, അല്ലെങ്കിൽ പാച്ചുൻ്റെ എല്ലാം ഒരുമിച്ച് വെച്ചില്ലെങ്കിൽ ഇത് ആകെ തപ്പിപ്പിടുത്തോ എവിടെയൊക്കെ വെച്ചിരുന്നു. അപ്പൊ ഇത് ഇതിനകത്ത് ഇരിക്കട്ടെ. ഇനി ഇത് മറ്റേ സിറോണയുടെ പീരീഡ് പാൻറ്റിയാണ് കേട്ടോ. ഇത് എങ്ങാൻ പീരീഡ്സ് ആയാൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ഇതിൽ 2 ഉണ്ടാവുള്ളൂ തൽക്കാലത്തേക്ക്. 2 നമുക്ക് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് അവിടെ നിന്നായാലും മേടിക്കാമല്ലോ. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അതും ഇത് ഇരുന്നോട്ടെ. ഇനി ചേട്ടൻ്റെ സാധനങ്ങളൊന്നും എൻ്റെ കൈ കിട്ടിയിട്ടില്ല. ചേട്ടൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ജീൻസ് ഷർട്ട് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം ഇതിൽ നിറയ്ക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി സെപ്പറേറ്റ് എടുക്കില്ല. ആളിപ്പോൾ പുറത്ത് പോയിക്കുന്നത് ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ല. അപ്പം ഏതൊക്കെ വേണ്ടത് എനിക്കറിയില്ല. 2 ഷർട്ട് ഉണ്ട്, അത് തേച്ചിട്ട് വേണം, അയൺ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ കിട്ടിയിട്ട് ഞാൻ പിന്നീട് ഇതിനകത്ത് വെക്കുള്ളൂ. പിന്നെ ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ട് നമുക്ക്. അത് മേടിച്ചിട്ട്, അത് അത്രയ്ക്ക് വലിയ സാധനങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതിൽ വെക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി ഓർത്തെടുത്തിട്ട് വേണം എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് എടുത്തിട്ടില്ലെങ്കിൽ ഓർക്കുമ്പോൾ അത് ഇതിൽ കയറ്റി വെക്കാം. നമ്മൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ മേടിക്കേണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പോകുന്നത് 29-ാം തീയതി ഉച്ചയ്ക്കാണ് ട്രെയിൻ. അത് നമുക്ക് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ. അപ്പോൾ എല്ലാവരും അവിടെ എത്തും. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി കാറിനാണ് പോണത്. അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടനുണ്ട്. ചേച്ചിയൊക്കെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ പപ്പ, അമ്മ, പിന്നെ ഞങ്ങൾ അത്രയും പേരുണ്ട് ഇവിടുന്ന്. പിന്നെ അനിയൻ, അവൻ അവിടെ നിന്ന് തന്നെ വരും. അവൻ എറണാകുളത്താണല്ലോ, അപ്പോൾ അവൻ അവിടെ നിന്ന് വരും. പിന്നെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഞങ്ങൾ ഇവിടുന്ന് പൊതിച്ചോറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രാത്രിത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രാവിലെ നമുക്ക് അവിടേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഫുഡൊക്കെ 3 നേരം അവിടെ തന്നെയാണ്. നമ്മുടെ ആ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു പ്ലാനിൽ തന്നെ ഉണ്ട് നമുക്കുള്ള ഫുഡൊക്കെ. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ.